കാണാൻ പോകുന്നത് ഖാദർ ഖാന്റെ വിശേഷങ്ങളാണ്. അതിനു മുൻപ് ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് പോകണം. ദുബായിൽ നിന്ന് വിസ വരുമെന്ന് പറഞ്ഞാണ് ഖാദർ പാത്തുവിനെ നിക്കാഹ് കഴിച്ചത്. വിസ കാത്തിരിക്കുന്ന ഖാദറിന് പാസ്പോർട്ട് പോലുമില്ലെന്ന സത്യം പിന്നീടാണ് പാത്തു മനസ്സിലാക്കിയത്. ഖാദറിനെ നോക്കേണ്ടത് തന്റെ ചുമതലയാണെന്ന് തിരിച്ചറിഞ്ഞ പാത്തു തയ്യൽ കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് കുടുംബം കഴിയുന്നതും ഖാദറിനെ ബീഡി വാങ്ങുന്നതും. ഇവർക്കൊരു മകനുണ്ട്, ജബ്ബാർ. അവൻ വളർന്നു വലുതായപ്പോൾ പാസ്പോർട്ട് എടുത്ത് വിസയൊപ്പിച്ച് ദുബായിക്ക് പറന്നു. വലിയ വരുമാനമുള്ള ജോലിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പാത്തുവിന്റെ കഷ്ടപ്പാടിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്ന ഭർത്താവെന്ന ചീത്തപ്പേര് വർദ്ധിച്ചു വരുന്നതായി അടുത്ത കാലത്താണ് ഖാദറിന് മനസ്സിലായത്. ഇത് മാറ്റിയെടുക്കാൻ പാത്തുവിന്റെ തരി പൊന്നു വിറ്റും കടം വാങ്ങിയും ചുമട്ടുതൊഴിലാളി യൂണിയനിൽ ചേർന്നു. ആദ്യ ദിവസം തന്നെ ലോറിയിൽ നിന്ന് അരിച്ചാക്ക് ഇറക്കുന്നതിനിടയിൽ ഖാദറിന്റെ നടുവൊന്നു വെട്ടി. അതിനുശേഷം ഈ പണിക്കെന്നല്ല ഒരു പണിക്കും ഖാദർ പോയിട്ടില്ല. ഇതിനിടയിലാണ് കൊറോണ നാട്ടിൽ പടർന്നു പിടിച്ചത്. നാട്ടുകാരുടെ ക്ഷേമം അന്വേഷിച്ചും ചീട്ട് കളിച്ചും ചൂണ്ടയിട്ടും ജീവിതം ആസ്വദിച്ച് നടക്കുന്നതിനിടയിലാണ് ഖാദറിന്റെ ചിന്തയിൽ പുതിയൊരു ആശയം ഉദിച്ചത്. പാത്തുവോ 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 ഞാനേ ഒരു കാര്യം ആലോചിക്കുക. നീ എന്താ എന്നോട് എന്താന്ന് ചോദിക്കാത്ത? നിങ്ങൾ പറഞ്ഞോളേ. ഞാനൊരു കച്ചവടം ചെയ്താലോന്ന് ആലോചിക്കുക. ഇതുവരെ ചെയ്തൊന്നും പോരാ. കച്ചവടം എന്തോ ഒന്നും പറയാത്ത പാത്തു. ഞാൻ എന്തു പറയാനാ? ഒരു പണി ചെയ്തതിന്റെ കട ഇതുവരെ വീടിട്ടില്ല. എന്റെ ആങ്ങളമാർ തന്ന ഒരു തരി പൊന്നും പൊടി വിറ്റിട്ട് നിങ്ങൾ യൂണിയനിൽ ചേർത്തത്. എന്നിട്ട് എന്തുണ്ടായിന്ന് ഞാൻ പറയണ്ടല്ലോ. ഒന്നും അറിയാത്ത പോലെ പറയല്ലേ പാത്തു. പണിക്ക് ഞാൻ മനപ്പുറവും പോത്താണോ? എന്റെ നടുവഴിക്ക് വയ്യാഞ്ഞിട്ടല്ലേ? എനിക്ക് കുമ്പിടാനും ഭാരം വെക്കാനൊന്നും പറ്റില്ല, നിനക്ക് അറിയണല്ലേ? ഇക്കറിയാം, അതുകൊണ്ട് എന്നെ പറഞ്ഞത്. ഇതങ്ങനത്തെ പണിയല്ല പാത്തു, മീൻ കച്ചവടാ. നമ്മളെ ബഷീർ പറഞ്ഞപ്പോഴല്ലേ മീൻ കച്ചവടത്തിന്റെ ലാഭയ്ക്ക് മനസ്സിലായത്. പിന്നെ അധ്വാനല്ല, കുനിയണ്ട, ഭാരം ചുമക്കണ്ട. മീൻ നമ്മളെ ബഷീർ എടുത്ത് തരാറിഞ്ഞിട്ടുണ്ട്. സഹായത്തിന് ചന്ദ്രനും ഉണ്ടാവും. പിന്നെ നമ്മളെ ആലിക്കാട് പീടിയല്ലേ, ആലിക്കാട് പീടിയുടെ ഉമ്മറത്ത് മൂലയില് തട്ടടിച്ചിട്ട് കച്ചവടം ചെയ്യാം. ചെറിയൊരു അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. ഈ ദിവസ വാടകയാണേ, അത് കുഴപ്പമൊന്നുമില്ല. കച്ചവടത്തിന് ലാഭം കിട്ടുമ്പോ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കില്ല, കുഴപ്പമൊന്നും ഇല്ലാത്ത. ഐസ് പെട്ടി വാങ്ങാനും മീൻ വാങ്ങാനും കുറച്ച് കാശ് വേണം. ഒക്കെ കൂടി ഒരു 10-50,000 റുപ്യ കൊണ്ട് വരും. 2 ആഴ്ച കൊണ്ട് മുടക്കിയ മുതൽ തിരിച്ചു കിട്ടും. അത്രയ്ക്ക് ലാഭം അത്. ഒരു ഉപകാരം ചെയ്തു തരുമോ? ഒരു 50,000 രൂപ വരണം. ഞാൻ അടക്കി വെച്ചിരിക്കല്ലേ, ഇവിടെ എടുത്തു തരാൻ. താ പോയി വീണ്ടും. വല്ലപ്പോഴും കിട്ടുന്നൊരു പണിയോണ്ടാ അടുപ്പ് പുകയണത്. ഇപ്പൊ അതും ഇല്ലാണ്ടായി. എങ്ങനെ പട്ടിണി കിടക്കാണ്ടിരിക്കുന്ന ആലോചിക്കുമ്പോഴാ നിങ്ങളൊരു മീൻ കച്ചവടം. നിന്റെ കഷ്ടപ്പാട് എന്താ നിങ്ങൾ അറിയണ്ട. അതെങ്ങനെ? നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. പുഴവക്കത്തും തെങ്ങുപറമ്പിലൊക്കെ നിരങ്ങിട്ടേ രാത്രി കേറി വരും. പിന്നെ എന്താ അറിയാനാ? നീ അത് മാത്രം പറയരുതിട്ടാ. എന്റെ നടുവിന് വയ്യാഞ്ഞിട്ടല്ലേ? അതെന്താ നീ മനസ്സിലാക്കാത്ത? അന്നാ വിസ വന്നിരുന്നെങ്കിൽ ഞാനിപ്പോ ആരായിരുന്നു? വിസയുടെ കാര്യം മാത്രം പറയരുത്. ഓ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാനൊരു പോരാത്തനാണല്ലോ. ഈ തിന്നണതും കുടിക്കണതും വല്ലപ്പോഴും ഒരു ബീഡി വലിക്കണതും നീ പണിയെടുത്ത് കൊണ്ടുവരാണെന്ന് ഞാൻ വിചാരിക്കണായിരുന്നു. ഞാനൊരു വയ്യാത്തവനായതുകൊണ്ട്
അല്ല പൊന്നെ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ആരുമല്ല പാത്തു, ഞാനൊരു പോരാത്തവനായതുകൊണ്ടല്ലേ. കെട്ടിയോളുടെ ചെലവിൽ കഴിയേണ്ട ഒരു കോന്തം ഭർത്താവ്. മരണം വരെ അങ്ങനെ അറിയപ്പെടാനായിരിക്കും എൻ്റെ വിധി. സാരമില്ല, ആയിക്കോട്ടെ, സാരമില്ല. ഖാദറിന്റെ ആ ഡയലോഗിൽ പാത്തു വീണു. ഖാദറിനറിയാം പാത്തുവിന് അത് മനസ്സിൽ കൊള്ളുമെന്ന്. കാരണം പാത്തുവിന് ഖാദറിനെ വലിയ ഇഷ്ട. പണം ഉണ്ടാക്കാനുള്ള മാർഗവും ഖാദർ പറഞ്ഞുകൊടുത്തു. കുടുംബശ്രീയുടെ കുറിയിൽ നിന്ന് 30,000 രൂപ വായ്പ വാങ്ങിയും മരുമകളെ കണ്ട് കാര്യം പറഞ്ഞ് പേരക്കുട്ടിയുടെ കമ്മൽ ഊരി വാങ്ങിയും ഖാദർ ആവശ്യപ്പെട്ട പണം പാത്തു കൊടുത്തു. അങ്ങനെ ഖാദർ വലിയ ലാഭം സ്വപ്നം കണ്ട് മീൻ കച്ചവടം ആരംഭിച്ചു. സാറേ വേണ്ട, ഇത് നമ്മുടെ കടപ്പുറത്ത് നിർത്തതാ. ഫ്രഷാ, ഫ്രഷ് ഫ്രഷ്. ഞങ്ങള് ഹെൽത്ത് അതിനെന്താ കുഴപ്പം? സാറിന് വാങ്ങാൻ. നല്ല പേര് ഇന്ത്യ. അതെ, അബ്ദുൽ ഖാദർ, വിളിപ്പേര് ഖാദർ. എന്താ സാറേ കച്ചവടം തുടങ്ങിയത്? കച്ചവടോ ഇന്നലെ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ സാറേ. എവിടുന്ന മീനെടുത്ത? ഞാൻ മീനെടുത്തതോ? മീനെടുത്ത് നമ്മുടെ കടപ്പുറത്തുനിന്ന്. ഞാൻ ഫ്രഷ് ആയിട്ടുള്ള മീനെ എടുക്കുള്ളൂ സാറേ. ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ സാറേ. വെറുതെ ആൾക്കാരുടെ വയറ് കേടാക്കിയിട്ടുള്ള കാശൊന്നും ഈ ഖാദറിന് ദഹിക്കില്ല സാറേ. ഖാദർ കടപ്പുറത്തുന്ന മീനെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചാ? ഉറപ്പിച്ചാ സാറേ. ഖാദറിന്റെ മാസ്ക് എവിടെ? മാസ്ക് ഉണ്ടായിരുന്നല്ലോ. മാസ്ക് ഇല്ലേ? മാസ്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതല്ല ഖാദറെ, കച്ചവടം ചെയ്യുമ്പോ ഗ്ലൗസും മാസ്കും നിർബന്ധം അറിയില്ലേ? മാസ്ക് വെക്കടാ. ഇന്നലെ കടപ്പുറത്ത് മീനെടുക്കാൻ വന്ന ഒരു കച്ചവടക്കാരന് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു കഷ്ടം നോക്കിയ ആൾക്കാർക്ക്. ഖാദറെ, കടപ്പുറത്ത് ഇന്നലെ പോയവരെല്ലാം ക്വാറന്റൈനിൽ പോകണം. കൊറോണ കൊണ്ടൊരു ശല്യമായല്ലോ, ആൾക്കാർക്ക് ജീവിക്കാനും പറ്റില്ല. ഖാദർ കച്ചവടം നിർത്തി 14 ദിവസം ക്വാറന്റൈനിൽ പോണം. അത് നിർബന്ധ. ഞാനാ? എന്തിനു പോണ്? എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രൻ. നിങ്ങളും പോണം? ഞാനും പോണോ? അയ്യോ സാറന്മാരെ ചതിക്കല്ലേ. ഞാൻ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഈ കച്ചവടം, അതുകൊണ്ടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഖാദറെ. കട അടച്ചോ, ഇത് നിയമമാണ്. സാറേ, ഞാൻ ഈ കടം വാങ്ങിയിട്ടാണ് സാറേ ഞാൻ ഈ കച്ചവടം തുടങ്ങിയത്. ഇതറിഞ്ഞ എന്റെ പാത്ത് എന്നെ തല്ലിക്കൊല്ലും. ആരാത്? ഇക്കന്റെ ഭാര്യ അല്ലേ? അതെ സാർ. അവള് കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് മോന്റെ കുട്ടിയുടെ കമ്മല് പണയം വെച്ചിട്ടും കിട്ടിയ കാശാ സാറേ ഈ കിടക്കണത് മുഴുവനും. ഖാദറിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇത് നിയമമാണ്. നിയമം മാത്രമല്ല, രോഗം പകരാതിരിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് ഖാദർ കച്ചവടം നിർത്തി വീട്ടിൽ പോണം. എന്റെ പാത്തിന്റെ അടുത്തേക്കാ? അതിനേക്കാൾ നല്ലത് ഞാൻ വല്ല തീവണ്ടിക്കും പോയി തല വെക്കണതാ അല്ലടാ. അതന്നെ. എന്താന്ന്? എന്നാ സാറേ ഞാനൊരു സത്യം പറയട്ടെ? പറയാലടാ സാറേ. ഈ മീനുണ്ടല്ലോ, ഇത് കടപ്പുറത്തെടുത്തതല്ല, മൊത്തം മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നത്. ഫ്രഷ് അറിയിക്കാൻ വേണ്ടിട്ട് കടപ്പുറത്തുനിന്നാണ് പറഞ്ഞത്. പറയണ്ട. മറ്റു കച്ചവടക്കാര് പറഞ്ഞു ഖാദർ കടപ്പുറത്തുന്ന മീനെടുത്തെന്ന്. ആ തടികൾ അങ്ങനെ പറഞ്ഞ? എന്റെ പൊന്ന് സാറന്മാരെ, അവരെന്റെ കച്ചവടം പൂട്ടിക്കാൻ വേണ്ടി പറയണാണ് സാറന്മാരെ, അല്ലടാ. ഇന്ന് ഞാനൊരു ഭീകര സത്യം തുറന്നു പറയാൻ പോവുക. ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാരും മീനെടുക്കുന്നത് മാർക്കറ്റിൽ പോയിട്ടാ. എന്നിട്ട് ഫ്രഷ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി കടപ്പുറത്താണെന്ന് നുണ പറയുന്ന അവന്മാര്. ഈ മീനുകളെല്ലാം കടലിൽ നിന്ന് പോന്നിട്ട് മാസങ്ങൾ എത്രയായെന്ന് ഇവിടെ ആർക്കെങ്കിലും അറിയോ? അനക്കറിയോ? എന്റെ കച്ചവടം മുട്ടിക്കാൻ നോക്കുക അവര്. ഖാദറിനോടാ കളി. ഖാദറിനോട് കളിച്ച് ഞാൻ എല്ലാവരെയും പൂട്ടിക്കും. അമ്പടാ. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഖാദർ കച്ചവടം നിർത്തണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. എന്തിനാണ് അവരെപ്പോഴും പോലീസിനെ വിളിക്കുന്നത്? സാറേ, എന്നാ ഒരു കാര്യം ചെയ്യാം. എന്തായാലും വന്നില്ലേ, ഞാൻ ഇതൊക്കെ ഒന്ന് വിറ്റ് തീർത്ത് ആ കാശെങ്കിലും എന്റെ പാത്തോന്റെ കൈ കൊണ്ടുകൊടുത്തിട്ടെങ്കിലും. ഇല്ലില്ല, നടക്കില്ല. ഞങ്ങൾ ഇതിൽ ഫിനോൽ ഒഴിക്കാൻ പോവാ. രാംകുമാറെ, ഫിനോൽ എടുക്ക്. ശരി സാർ. സാറേ, പാത്തോ, പാത്തോ, ഈ അവിടെ ഇല്ലേ? പറഞ്ഞോളി. എന്താ കഞ്ഞായ?
ഞാൻ യന്ത്രമൊന്നുമല്ല. വല്ലാത്ത വിശപ്പ്. ഓ, ഇങ്ങക്കല്ലേ പുട്ടും പപ്പടം തന്നിപ്പോ. എപ്പോ എന്താന്നറിയില്ല, വയറിന്നങ്ങനെ ഉരുണ്ട് കയറണ പോലെ തോന്നുക. വെറുതെ ഇരിക്കണോണ്ടാവും. ഓ, കലക്ടർ ഉദ്യോഗമായിരുന്നല്ലോ. വയസ്സാം കാലത്ത് ലാഭം ഉണ്ടാക്കാൻ പോയതാ. ലാഭം വാങ്ങിച്ച് വീട്ടിൽ വന്നിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ മീൻ കുഴിച്ചിടാൻ കൊടുത്തതേ 5000 രൂപ. കൊറോണ മീനാ അത്രേ. സാധാരണ കൂലി പോരാന്ന്. എന്റെ ഒരു തലയെഴുത്ത്. വല്ലപ്പോഴും ഒരു പണി കിട്ടിയതാ. ഇങ്ങനെ കാര്യം പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. വല്ലോടത്തും കിടന്നൊരു കൊറോണയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അറയിലിരിക്ക. വലിയ കച്ചവടക്കാരൻ. ഇതിലും ഭേദം കൊറോണയും വന്ന് ആശുപത്രി പോയി കിടക്കായിരുന്നു. പണിക്കും പോണ്ട, നേരത്തിന് ഭക്ഷണം കിട്ടും. വിളിച്ചോക്ക. ഹലോ, ഹെൽത്ത് ഇൻസ്പെക്ടർ സാറല്ലേ? അതെ, പറയൂ. ഞാനാ ഖാദർ. മീൻ കച്ചവടോ? മനസ്സിലായി, പറഞ്ഞോ. പിന്നെ പുറത്തിറങ്ങാനായാ? ഖാദർ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കണ്ട, ഇറങ്ങാറാകുമ്പോ വിളിച്ച് പറയാം. ഓ, ഇനി എന്താണാവോ? കൊറോണ ടെസ്റ്റ് നെഗറ്റീവായ ഖാദർ 14 ദിവസത്തെ ക്വാറന്റൈന് ശേഷം നഷ്ടം തിരിച്ചു പിടിക്കാൻ വീണ്ടും മീൻ കച്ചവടത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു. പണത്തിനായി സമീപിച്ചപ്പോൾ പാത്തു ആദ്യം വഴങ്ങിയില്ല. പതിവ് പോലെ പിണങ്ങിയും കരഞ്ഞും കാല് പിടിച്ചും പാത്തുവിനെ കൊണ്ട് പണം കടം വാങ്ങിപ്പിച്ച് ഖാദർ വീണ്ടും കച്ചവടത്തിനിറങ്ങി. നോക്കി നിന്നാലും വീട്ടിലെ കൂട്ടാച്ചേട്ടിൽ 8 കാലി കൂട് കിട്ടും. അവിടെയൊക്കെ പോയി നോക്കിയിട്ട് നല്ല കിട്ടിയില്ലേ? നല്ലത് കൊണ്ടൊക്കെ വേണേലേ നമ്മളെ കടപ്പുറത്ത് കൊണ്ടുവന്ന വേറെ വേണ്ടേ? അയാളൊന്നും വാങ്ങാളാ. വരെ 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 ഒന്ന് കേറിട്ട് പോടാ. ഒരു മിനിറ്റ്. എന്ത് തിരക്കാണ് എനിക്ക്? ഒന്ന് വന്ന് കേറിട്ട് പോടാ. ഞാനത് തുടങ്ങിയോണ്ടല്ലേ. പോവാൻ കുറച്ച് തിരക്കുണ്ട്. ഒന്ന് വന്ന് കേറിട്ട് പോടാ. നല്ല ഫ്രഷ് സാധനം കൊണ്ടേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാ പോരെ. കുറച്ച് ദിവസം പാത്തുവിനോടൊപ്പം ഇങ്ങനെ കൂടി. പാത്തുവിന്റെ സ്വഭാവം എനിക്കറിയാലോ. അയ്യോ, ഇതിനേക്കാൾ പേര് ആരെങ്കിലും തല്ലിക്കൊന്ന് വല്ല ജയിലും പോയി കിടക്കായിരുന്നു. മീൻ കൊണ്ടോ. വീട്ടില് മത്തി വാങ്ങിയിട്ടുണ്ട്. മത്തിയ? അയ്യയ്യയ്യേ, എന്നെപ്പോഴുള്ളവരാരെങ്കിലും മത്തി കൊണ്ടുപോയി കൂട്ടാൻ വെക്കോടാ. അതായത് പെള്ള പെടക്കണ മുള്ളനാവോലി കൊണ്ടേക്കോ. 2 കിലോ എടുത്തോടത്ത്. അതല്ല കാതർക്ക, ഈ നേരത്തെ കൊണ്ടുവന്ന പെണ്ണെടുത്ത് ചേരം മുട്ടിക്കിട്ടടിക്കും. അതിന് ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പെണ്ണെടുത്തിന് മുമ്പിൽ കൊണ്ടുവയ്ക്കല്ല. ഇതെല്ലാം വാൽമുകൾക്ക് മുറിച്ച് നല്ല പൊരിക്കാൻ പാകത്തിന് വേണ്ടാക്കി തരും. 2 കിലോ എന്താ വില പറയും? വിലയൊന്നും നോക്കണ്ടപ്പാ. എന്റെ ഞാൻ കൂടുതൽ വാങ്ങോ. ഈ എന്റെ ചങ്കായി അല്ലേ. മാത്രല്ലടാ, ഇത് കൈ നീട്ടാ. വേറെ ഒന്നും പറയണ്ടാ. അതൊന്ന് വേഗം നുറുക്കി കൊടുത്ത ഒരു 200 രൂപ ഉണ്ടോ? ക്വാറന്റൈൻ കഴിഞ്ഞിറങ്ങിയ 2ാം ദിവസവും ഖാദറിന്റെ കച്ചവടം പൊടി പൊടിക്കുന്നു. നല്ല മീൻ കൊണ്ടൊക്കെ സാറേ. ഖാദറെ, എങ്ങനെയുണ്ട് കച്ചവടം? ഞാന് മാർക്കറ്റിൽ നിന്ന് മാത്രമേ മീൻ എടുത്തിട്ടുള്ളൂ, കടപ്പുറത്ത് മീൻ എടുത്തിട്ടില്ല. എനിക്ക് ജെമ്മുണ്ടെങ്കിൽ ഞാൻ കടപ്പുറത്ത് മീൻ എടുക്കില്ല. ഖാദറിന്റെ മാസ്ക് അവിടെ. മാസ്ക് ഇതാ. ഇതല്ല, ഖാദറിന് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അല്ല അത് സാറേ, ഞാനിത് വെക്കുമ്പോഴേ എങ്ങനെ ഉറക്കം വിളിച്ചു പറയാൻ പറ്റുന്നില്ല. ഖാദറെ, കടങ്ങോടുള്ള മാനു ഇന്നലെ മീൻ വാങ്ങാൻ വന്നിരുന്നോ? മാനോട് വന്നിരുന്നു. നല്ല ഫ്രഷ് മീനായിട്ടാ പോയത്. ദോഷം പറയരുതല്ലോ. നല്ല കൈവർക്കത്തുള്ളവനാ. നല്ല കച്ചവടമായിരുന്നു. പക്ഷെ അന്നത്തെ ആ നഷ്ടം അങ്ങോട്ട് നികത്താൻ പറ്റില്ല. ഭയങ്കര നഷ്ടമായിരുന്നത്. ഖാദറെ, മാനുവിന് ഇന്ന് രാവിലെ നല്ല പനി കൊണ്ട്. ഇവിടുന്ന് പോകുമ്പോ ഒരു പനി ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ അങ്ങനെ വരെ വഴിയില്ല. താലൂക്ക് ആശുപത്രിയില് ആന്റിജൻ പരിശോധന നടത്തിയപ്പോ മാനുവിന് കൊറോണ പോസിറ്റീവാ. ആളുടെ സമ്പർക്ക ലിസ്റ്റ് എടുത്തപ്പോഴാണ് ഇവിടെ നിന്ന് മീൻ വാങ്ങിയതായി പറഞ്ഞത്. 2 പേരും മാസ്കും വെച്ചിട്ടില്ല, സാമൂഹിക അകലും പാലിച്ചിട്ടില്ല. അതുകൊണ്ടേ ഹലോ, ഖാദർ കച്ചവടം നിർത്തി ക്വാറന്റൈനിൽ പോണം. എന്താ ഈ പറയണ്? മാനൂന് കൊറോണയാ? മാനൂന് കൊറോണ ഒന്നും വരില്ല. അറിഞ്ഞൂടെ?
അവൻ എന്റെ ചങ്ങതിയാ. അണ്ണന് കൊറോണ എന്നൊക്കെ സാറുമാരെന്തായി പറയണ? നിങ്ങക്ക് തെറ്റ് പറ്റിയതാ. ഖാദറെ, ഇത് തന്നെയാണ് നമ്മുടെ ഒക്കെ പ്രശ്നം. നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും കൊറോണ ഉണ്ടാവില്ല എന്ന് സ്വയം വിശ്വസിക്കും. എന്നിട്ട് മാസ്കും വെക്കില്ല, സാമൂഹിക അകലവും പാലിക്കില്ല, തോളിൽ കൈയിട്ട് നിന്ന് സംസാരിക്കും. അങ്ങനെയാണ് ഈ കൊറോണ പടർന്നു പിടിക്കുന്നത്. ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരും പോലീസും ജാഗ്രത പാലിക്കാനും മാസ്ക് ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാത്രിയും പകലും ഓടി നടന്ന് ജോലി ചെയ്യുന്നു. ഞങ്ങളും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാ. എത്ര പറഞ്ഞാലും ഖാദറിനെ പോലെ അവർക്ക് മനസ്സിലാവില്ല. എല്ലാറ്റും പുച്ഛം, അനുസരിക്കില്ല എന്നൊരു വാശി. ഞങ്ങൾ പറഞ്ഞതുപോലെ ഖാദർ മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നെങ്കിൽ ഈ ക്വാറന്റൈൻ ഒഴിവാക്കാമായിരുന്നു. രാംകുമാറെ, ഫിനോയിലെടുത്തോ. ശരി സാർ. മാസ്ക് വെക്കാതെ മാനുവിനോട് ഇടപഴകിയ ഖാദറിനെ ഇത്തവണ കൊറോണ പിടികൂടി. മുമ്പത്തെ അനുഭവമുള്ളതിനാൽ മാസ്കും ഗ്ലൗസും വെച്ച ചന്ദ്രൻ രക്ഷപ്പെട്ടു. കൊറോണ ആശുപത്രിയിലെ കിടപ്പും ദിവസങ്ങൾ നീണ്ട ക്വാറന്റൈനും ഖാദറിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഈ സമയത്തെ ചിന്തകളിൽ ഖാദർ ഉറച്ച ഒരു തീരുമാനമെടുത്തു. മാസ്ക് വെക്കടാ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മാസ്കും വെക്കില്ല, അകലവും പാലിക്കില്ല, പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ എവിടെ ശരിയാവാനാ? ഇപ്പോൾ ഖാദറിന്റെ നാട്ടിലെ എല്ലാവരും മാസ്ക് ധരിക്കുന്നവരാണ്. മാസ്ക് ധരിക്കുന്നത് ഖാദറിനെ പേടിച്ചാണെന്ന് തമാശയ്ക്ക് പറയുന്നവർ ഖാദറിനെ മാസ്കിന്റെ അംബാസഡർ എന്നും വിളിക്കാറുണ്ട്. മണ്ണിലെ താരകങ്ങളെ ഉണരണം, താനയുണരണം. നേരിനെ നമ്മൾ അറിയണം, നാടിന് നന്മയാകണം.